ശരി, കെ ആർ സാജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ സ്കൂളിന്റെ നടപടി തിരുത്തണമെന്ന ഒരു ഉത്തരവാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. എറണാകുളം വടക്കൻ പറവൂരിൽ 3 വയസ്സുകാരിയെ കടിച്ച നായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. 2 ദിവസം മുൻപാണ് കുട്ടിയെ തെരുവ് നായ കടിച്ചത്. സിബി ജോസഫ് ചേരുന്നു വിവരങ്ങളുമായി. സിബി, എങ്ങനെയാണ് ഈ നായയ്ക്ക് പേ വിഷബാധയുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായത്? ആരതി, എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ 3 വയസ്സുകാരിയായ ആ കുട്ടിയെ കഴിഞ്ഞ ദിവസം കടിച്ച ഈ നായ്ക്ക് പേ വിഷബാധയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ടോടെ ഈ റിപ്പോർട്ട് വരികയും ഇതിൽ ഈ നായ്ക്ക് പേ വിഷബാധയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ കുട്ടി നിലവിൽ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി 5 ദിവസം കൂടി കൂടുതൽ തീവ്ര നിരീക്ഷണത്തിൽ തന്നെ കുട്ടി തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടക്കൻ പറവൂരിലെ നീണ്ടൂരിൽ അവിടെ വെച്ചാണ് ഈ കുട്ടിക്ക് അവിടെ വീടിനടുത്ത് സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം അച്ഛനോടൊപ്പം കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് ഈ തെരുവ് നായയുടെ കടിയേൽക്കുന്നത്. തെരുവ് നായ കുട്ടിയുടെ വലത്തെ ചെവിയുടെ ഒരു ഭാഗം കടിച്ച് മുറിക്കുകയായിരുന്നു. പിന്നീട് ആ മുറിച്ച അല്ലെങ്കിൽ മുറിഞ്ഞു പോയ ഭാഗം ഉൾപ്പെടെ എടുത്തുകൊണ്ടായിരുന്നു തൊട്ടടുത്തുള്ള പറവൂർ ആശുപത്രിയിൽ ആദ്യം എത്തിയത്. പിന്നീട് ഈ സ്ഥിതി ഗുരുതരമായതിനാൽ പെട്ടെന്ന് തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും കുട്ടിയുടെ ചെവി ഉൾപ്പെടെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ തെരുവ് നായയ്ക്ക് പേ വിഷബാധ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൂടുതൽ നിരീക്ഷണത്തിൽ വെക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. അതേസമയം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഏറ്റവും പാവപ്പെട്ട കൂലിവേല ചെയ്യുന്ന പിതാവാണ് ഈ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യവും ഇവർ പറയുന്നു. ഇപ്പോൾ നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുട്ടി. ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ചെവി മുറിഞ്ഞുപോയ ഭാഗം തുന്നിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ കുട്ടിയെ കടിച്ച തെരുവ് നായ്ക്ക് ഇപ്പോൾ പേ വിഷബാധയുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നു. ആ നായെ വളരെയധികം ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയാണ് സിബി ജോസഫ് പങ്കുവച്ചത്. 3 വയസ്സുകാരിയെ കടിച്ചിട്ടുള്ള നായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇനി